വാട്സപ്പ് തുറന്നത് മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. കാസർഗോഡ് ഭാഗത്ത് ഇവിടെ ഒരു ഉസ്താദിനെ കുട്ടിയുടെ രക്ഷകർത്താവ് അടിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ മദ്രസ മുഅല്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ അവരുടെ രക്ഷകർത്താക്കളെ തല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അവരെന്ന് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു ചെറുവേദന ഉണ്ടായാൽ ഭാവിയിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കാണാൻ വേണ്ടി ജയിലിൽ വരും. നിങ്ങളുടെ പാവപ്പെട്ട മക്കൾ നിങ്ങളെ കാണാൻ വേണ്ടി ജയിലിൽ വരേണ്ട ഒരു അവസ്ഥ വരും. എന്താ നിങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ആരാണ്ട കുട്ടിയാണെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. മറിച്ചെന്ത്, സ്വന്തം കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം മക്കളോട് നടത്തുന്ന ശിക്ഷണം പോലെ ശിക്ഷണം നടത്തിയതിൻ്റെ പേരിൽ നിങ്ങൾ അകത്തു പോകേണ്ടി വരികയാണ്. പിറ്റേ ദിവസത്തെ വാർത്ത തല്ലിയെന്നുള്ളതല്ല, പീഡനം, അടിയും പീഡനമാണ്. എന്തിനാണ് നമ്മൾ ഈ പണിക്ക് പോകുന്നത്? നമ്മുടെ മുഅല്ലിം ട്രെയിനിങ് കോഴ്സിലൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ടല്ലോ, വടി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ഭൂതകാലത്ത് എന്തായിരുന്നു? മദ്രസ മാത്രമായിരുന്നു, നമ്മുടെ സ്കൂളിലൊക്കെ എന്തായിരുന്നു? എന്തൊരടി! അധ്യാപകർ എന്തൊരടിയായിരുന്നു! ചൂരൽ കൊണ്ട് ശരീരം മുഴുവനും തലങ്ങും വിലങ്ങും ഒക്കെ അടിച്ച ഒരു കാലഘട്ടം, ഒരു ഭൂതകാലം നമുക്ക് കഴിഞ്ഞുപോയി. അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ ഇന്നൊക്കെ ഈ കാണുന്ന രൂപത്തിൽ ആർക്കും ദ്രോഹമില്ലാതെ ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്ത് സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിത്വമായി നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അധ്യാപകർ നമ്മൾ അത്ര ശിക്ഷണം നടത്തിയത് കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇന്ന് അത്ര അടി വേണ്ട. മുമ്പിലിരിക്കുന്ന കുട്ടിയോട് വാക്കിൽ സ്നേഹത്തിൻ്റെതല്ലാത്തൊരു ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി പറയും. സ്നേഹത്തിൻ്റെതല്ലാത്തൊരു വാക്ക്, ഒരു വഴക്ക്, നമ്മൾ പറയത്തില്ല, ഒരു വഴക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ പോലും വരും ഈ വീട്ടിൽ പോയി പറയും. അവർ രക്ഷകർത്താക്കൾ നേരെ വരും, കോളറിന് പിടിക്കും, അല്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് അവനെ പുറത്താക്കാൻ പറയും. ഇന്നത്തെ യുഗം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇഖ്ലാസോട് കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്നുള്ള ടിപ്സൊക്കെ മുഅല്ലിം ട്രെയിനിങ് കോഴ്സൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പ്രയോഗിക്കുക. നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ, അല്ലെങ്കിൽ അവൻ്റെ വിധി അതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഈ ആത്മാർത്ഥം എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങൾ വടിയൊക്കെ എടുത്ത് അടിച്ച് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അകത്തു പോവാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളില്ലാതായി പോവാണ്. നിങ്ങളുടെ മക്കൾക്ക് പുറത്തേക്കിറങ്ങാൻ അപമാനഭാരം കൊണ്ട് എന്താ വാർത്ത വരുന്നറിയോ? ഇന്നാട് പീഡിപ്പിച്ചു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ അടിച്ചതാണ്, വടിയെടുത്ത്. നിങ്ങൾ വടിയെടുത്ത് അടിച്ചതാണ്. പോക്സോ ആയി. എന്തിനാണ് ഈ പണിക്കുന്നത്? വളരെ സ്നേഹത്തോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ദയവ് ചെയ്ത് വടി ഒഴിവാക്ക്, പഠിപ്പിക്ക്. വേണമെങ്കിൽ പഠിപ്പിക്ക്. നമുക്കില്ല, അവർക്കില്ലാത്ത ഒരു അതിരറ്റ ആവേശം നമുക്കെന്തിനാണ്? നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ആ പഴയ കാലത്തൊക്കെ മദ്രസയിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുന്നു പോകുന്ന പോലെ ഏതെങ്കിലും വീട്ടിലുണ്ടാ? ഇത് ഇവിടുന്ന് ഒരു 2 മിനിറ്റ് തുറന്നാൽ പിന്നെ ഇത് തുറക്കലേ ഇല്ല. ഇതൊക്കെയാണ് അവർ രക്ഷകർത്താക്കൾക്ക് പോലും താല്പര്യമില്ല. പ്രോഗ്രസ് കാർഡ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കി. പ്രോഗ്രസ് കാർഡില്ലേ മദ്രസയിൽ നിന്ന്? പ്രോഗ്രസ് കാർഡ്, ആ പ്രോഗ്രസ് കാർഡിൽ അവർ ഒപ്പിട്ട് വിടണമല്ലോ. ഈ പ്രോഗ്രസ് കാർഡിൽ 50-50 കിട്ടിയ എന്തിനാണെന്നറിയാവോ? മാതാവിൻ്റെ ഡാഷിലാണ് ദൈവത്തിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പൊരുത്തത്തിലാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ദൈവത്തിൻ്റെ പൊരുത്തം. എത്ര മനോഹരമായ ഉത്തരവാണ് അവർ എഴുതിയത്. ആ പ്രോഗ്രസ് കാർഡ് പോലും ഈ രക്ഷകർത്താക്കൾ കാണാനില്ല. അവൻ്റെ ഉയർന്ന ധാർമ്മിക ബോധം, വിജ്ഞാനം, അതിൻ്റെ പ്രതിഫലനം, റിസൾട്ടാണ് അവൻ എഴുതിയത്. മാതാവിൻ്റെ കാലിൻ്റെ ഡാഷ് അടിയിലാണ് സ്വർഗം. ഈ ഉത്തരം എഴുതിയ പ്രോഗ്രസ് കാർഡ് അവർ കണ്ടിട്ടില്ല. പിന്നെ അവരെന്തേ കണ്ടിട്ടുള്ളൂ? ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് തന്മാത്ര എന്നവൻ പഠിച്ചിട്ടുണ്ട്. അവൻ എന്തില്ല? മാതാവിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന ആ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ തൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വടി ഒഴിവാക്ക്, തല്ലൊഴിവാക്ക്, നിങ്ങൾ പഠിപ്പിക്കുക. അവർ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ. അവരുടെ രക്ഷകർത്താക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങളില്ലാതാവരുത്. സ്നേഹം കൊണ്ട് പറയുകയാണ്. ഇതൊക്കെ കുറേയൊക്കെ നമ്മളൊക്കെ പ്രയോഗിച്ചു നോക്കി പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ്